കല്യാണം കഴിഞ്ഞ് ഞാൻ അവളെ എവിടെയൊക്കെ കൊണ്ടു കിടന്ന് കറങ്ങിയെന്ന് അറിയാമോ? അറിയത്തില്ല അച്ഛാ. ഇന്ത്യ മുഴുവൻ കൊണ്ട് നടന്നു. തറയിൽ വെക്കാതല്ലേ കൊണ്ട് കറങ്ങിയത്? തറയിൽ വെക്കാതെ ഇന്ത്യ ഫുള്ള് ചുറ്റി കറങ്ങിയ അപ്പൂപ്പ. ചെറുക്ക, ഞാൻ അവളെ തോളി വെച്ചോണ്ട് കറങ്ങിയെന്നല്ല. അല്ല അപ്പൂപ്പ നീ ഇടയ്ക്കൊക്കെ തള്ളണ സ്വഭാവം ഉണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഓ ഒന്ന് മിണ്ടാതിരിക്കോ പിള്ളേരെ. അമ്മ വന്നാ? ഇല്ലടി, അന്വേഷിച്ചു പോയ ഉത്തോണ്ടന്റെ ഒരു വിവരമില്ല. അവിടെ ഒരുത്തന്റെ പണമുള്ള ഫാമിലിനെ തപ്പി തുടങ്ങിയിട്ടുണ്ട്. സുമേഷ്. എന്തിന്? അവനെ ദത്തെടുക്കാൻ. എനിക്ക് അറിയാൻ മേലാണ്ട് ചോദിക്കാം, ഇവന് ശരിക്കും ഭ്രാന്താണോടി? എനിക്കും ആ സംശയമുണ്ട്. ഈ ഡിവോഴ്സ് ഒന്ന് തീരുമാനമായിട്ട് വേണം അവനെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ. ഈ ഡിവോഴ്സ് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊന്ന് കൈവക്കിക്കേ. എന്തോ അച്ഛാ? നിങ്ങളുടെ ഓരോരുത്തരുടെ സംസാരം കേട്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. ഏയ് ഞങ്ങൾ അങ്ങനെ വിചാരിക്കോ? അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ദേ വരണുണ്ട്. ആ വരട്ടെ അവള്. ഞാൻ ചോദിക്കുന്നുണ്ട് എന്താ ദ്രോഹമാണ് ഞാൻ ചെയ്തതെന്ന്. എന്റെ അച്ഛാ വരുമ്പോ തന്നെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. നമുക്ക് സംസാരിച്ച് സമാധാനത്തിൽ കാര്യങ്ങളൊക്കെ തീരുമാനമാക്കാം. ഹായ് ശിവേട്ടൻ. വരാൻ കൊണ്ടൊരു നേരം. മാമ ഞാൻ വന്നു മാമ. കുറെ ദിവസമായിട്ട് വിചാരിക്കുന്നു വരണമെന്ന്. സമയം കിട്ടണ്ടേ? എന്ത് ആർക്കും ഒരു സന്തോഷമില്ലാത്തത്? ആ മക്കളെ, സ്വീറ്റ്സ് ആൻഡ് ഫ്രൂട്ട്സ് മാക്കനെ കഴിച്ചോ? എന്താ മാമ ഒരുമാതിരി ഉണക്കമുന്തിരി പോലെ ഇരിക്കുന്നത്? സംഭവം തോന്നുന്നു. എടാ, അച്ഛനും അമ്മയും ഡിവോഴ്സായി. ഡിവോഴ്സാ? അല്ല ആയില്ല, ഉടനെ ആവും. അമ്മ നോട്ടീസ് അയച്ചിട്ടുണ്ട്. എന്തോടി ഭയങ്കര ഇത്? എൻ്റെ കണ്ണ് തെറ്റിയപ്പോൾ ഇവിടെ എല്ലാവരും അടിച്ച് 4 വഴിക്കായ അളിയ എവിടെ? ഇത് നിങ്ങളും ഡിവോഴ്സ് ആയ? പോടാ അവിടുന്നാ. ഞങ്ങള് ഭയങ്കര ഹാപ്പിയാ. അല്ല ആ ഹാപ്പി അല്ല, അച്ഛൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട് സത്യം. മാമ അപ്പച്ചോടെ പോയോ മാമ? എനിക്കൊന്നും അറിഞ്ഞൂടേ. മാമൻ അറിഞ്ഞുകൂടി? ചേച്ചി എനിക്ക് ഒരു ഗ്ലാസ് ചായ തരുമോ? വാ നമുക്ക് ചായ കുടിച്ചോണ്ട് എല്ലാവരും ഡിസ്കസ് ചെയ്യാം. വാ എല്ലാവരും വാ. വാ മാമ. പരിഹാരമില്ലാത്ത പ്രശ്നമുണ്ട്. എടാ ഉള്ളത് പറഞ്ഞാലോടാ വരുമാനെ. ഒറ്റ മിനിറ്റ് മാമ, ചായ ഇപ്പോൾ വരും. അല്ല ഈ ചൂട് ചായ കുടിച്ചുകൊണ്ട് കഥ കേട്ടല്ല അതിൻ്റെ ആ ഒരു ഇതുള്ളൂ, അതാണ്. ഓ ആ ചായ എന്നല്ല. ആ എന്നിട്ട് പറ വരുമാനെ, നീയെങ്കിലും ഞാൻ പറഞ്ഞൊന്ന് വിശ്വസിക്കണം. നില്ല മാമ, പൈങ്കിളി ഇപ്പം കടിയേറ്റ് വരും. എന്തോന്നടേ ഇവിടെ കുടുംബം കലക്കിയിരിക്കുമ്പോൾ നിനക്ക് ചായയും കടിയാണ് ഏറ്റവും പ്രധാനം. കടിയാമോ? നീയെങ്കിലും പറയാമോ? ആ പറയാം. മരുമോനെ, ഇന്നലെ വരെ ഞാനും അവളും തമ്മിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. എന്തോ ചേട്ടത്തി ഇതിൽ പഞ്ചസാര ഇല്ലല്ലോ. എടാ അച്ഛൻ പറയുന്നത് കേൾക്കണം. ആ സോറി മാമ. ആ പറ. എന്നിട്ട് മാമ എൻ്റെ അപ്പച്ചി എന്തോ നെയ്തത്? പോണ കഥയൊക്കെ പറഞ്ഞു പറ്റിച്ചിട്ട് പോണ. എന്തുവാ ശിവേട്ടാ ഇത്? പിന്നെ അച്ഛന്റെ മുഖത്ത് നോക്കി മാമൻ എന്റെ അപ്പച്ചി എന്തോ ചെയ്തതെന്ന് ചോദിച്ചാൽ അച്ഛൻ ഇപ്പൊ തന്നെ പറയും. ഓ അപ്പൊ അപ്പച്ചിയാണ് മാമനെ ചെയ്തത് അല്ലേ? എടാ ഇന്ന് സുപ്രഭാതത്തിൽ ഒരു നോട്ടീസ് വന്നു. അമ്മ ഇപ്പൊ ഇവിടെ കാണുന്നില്ല. ഇതല്ലാതെ ഇവിടെ വേറെ ആർക്കൊന്നും അറിഞ്ഞൂടാ. ഇപ്പൊ എല്ലാ കാര്യം പിടി കിട്ടിയത്. നിങ്ങൾക്ക് ആർക്കും ഒരു തേങ്ങ അറിഞ്ഞൂടല്ലേ? ഇതിപ്പോ എന്റെ പോലീസ് ബുദ്ധി ഞാൻ ഉപയോഗിക്കേണ്ടി വരും. നീ എത്തിയാ? ആ അളിയാ, മാമൻ അപ്പച്ചി ഡിവോഴ്സ് അളിയാ, ഡിവോഴ്സ്. അച്ഛ ഒപ്പിട്ടാ? ഇവൻ ആ നോട്ടീസ് വന്ന കാര്യം തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്. എടാ അതൊക്കെ അറിഞ്ഞടേ. ഞാൻ അമ്മ നോക്കി തന്നെ പോയത്. ആ അമ്മനെ കിട്ടിയാ? അമ്മ സൗദാമിനി ചേച്ചിയുടെ വീട്ടിൽ ഇരിക്കണു. അപ്പൊ ചുമ്മാ പേടിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് വരുന്നുമില്ല. വേണ്ട കമാന്നരക്ഷരം മിണ്ടുന്നില്ല. ഇതുപോലെ തലവേദന ആയല്ലോ. സൗദാമിനി ചേച്ചിയുടെ മോൻ വക്കീലില്ലേ? അവനാണ് അമ്മയുടെ വക്കീല്. അവനാണെങ്കിൽ അമ്മയ്ക്ക് കാവലിരിക്കുകയാണ് കോരങ്ങ. ഇതിപ്പോ ആകെ നാണക്കേടാവൂലോ. നാണക്കേടോ? പിന്നെ ഭർത്താവിന്റെ അച്ഛനും അമ്മയും ഈ വയസ്സാം കാലത്ത് പിരിയാൻ നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടല്ലേ? നിനക്ക് അതാണ് വലിയ പ്രശ്നം. അങ്ങനെയല്ലളിയാ, ചേച്ചി പറഞ്ഞാലും കാര്യമുണ്ട്. നാണംകെട്ട കേസാണ്. ആലോചിച്ചിട്ട് എന്നെ പല്ല് വിളിക്കുന്നു. നീ പടാ, അവനും എൻ്റെ പല്ല് വിളിക്കും. ഇതൊന്നും അല്ല ഇവിടെ ആലോചിക്കേണ്ട കേസ്. പിന്നെന്താ? അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയി എന്ന് വിചാരിക്കുക. അപ്പൊ അച്ഛൻ ആർക്കും തരാതെ പിച്ചിക്ക് വെച്ചിരിക്കുന്ന സമ്പാദ്യമൊക്കെ നമ്മൾ എങ്ങനെ വീതിക്കും? നല്ല സ്വഭാവം. അതാണ് ഞാൻ പ്രാക്ടിക്കലായിട്ടേ. അത് തന്നെ. എന്റെ അച്ഛൻ പോയി. അവളെവിടെ? വിളിച്ചിട്ട് വന്നില്ല അച്ഛാ. വന്നില്ലേ? ഇതാ അവളെവിടെയെന്ന്? അച്ഛാ അമ്മ സൗദാമിനി ചേച്ചിയുടെ വീട്ടിൽ ഇരിക്കണം. അവരുടെ മോൻ ഷാജി വക്കീലില്ലേ, അവനാണ് അമ്മയുടെ വക്കീല്. അപ്പൊ ഡിവോഴ്സ് കഴിയുന്നവരെ അവൾ അവിടെ തന്നെയാണ് താമസം? എന്താ എനിക്കറിഞ്ഞൂടാ. അച്ഛൻ വിഷമിക്കണ്ട, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോവാം. അച്ഛാ ഷാജി വക്കീൽ പറഞ്ഞത് അച്ഛൻ്റെ സമ്പാദ്യത്തിൻ്റെ പാതി പോകുന്നതാണ്. അയ്യോ എടാ മക്കളെ, നിങ്ങൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് കോംപ്രമൈസ് ആക്കി തരണം. ഒരു കോംപ്രമൈസിന് അമ്മ തയ്യാറല്ലെന്ന് അമ്മ തീർത്ത് പറഞ്ഞെന്ന് ഷാജി വക്കീൽ പറഞ്ഞു. പിന്നെ അച്ഛൻ പണ്ട് ചതിച്ചു കെട്ടിയെന്ന്, അപ്പോൾ അതിൻ്റെ ദേഷ്യം അമ്മയ്ക്ക് ഇപ്പോഴും ഉണ്ടെന്നൊക്കെയാണ് പറയണത്. എനിക്കറിഞ്ഞു. ചതിച്ചു കെട്ടിയെന്നോ? അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞേ?
എടാ അത് പണ്ടേ ഈ കല്യാണ സമയത്ത് ബ്രോക്കർ അവളോട് പറഞ്ഞു ഞാൻ കാണാൻ ആവറേജ് ആണെന്ന്. പിന്നെ കല്യാണത്തിന് നമുക്ക് മനസ്സിലായത് ഞാൻ ആവറേജിന് മുകളിലാണെന്ന്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. അച്ഛാ എന്തെങ്കിലും രഹസ്യം അച്ഛൻ ഞങ്ങളെ ഒന്ന് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ തുറന്ന് പറയണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അച്ഛനെ സഹായിക്കാൻ പറ്റൂലേ. ആ ചേട്ടാ, ഈ വീട് അച്ഛന്റെ പേരിലല്ല. ഏ? അല്ല, ഇപ്പഴാ ഞാൻ ഓർത്ത ഈ വീട് അച്ഛമ്മയുടെ പേരിലാണല്ലോ. അച്ഛൻ്റെ മോളുണ്ടല്ലോ, ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് വീതം വെപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എടി ഭയങ്കരി, ചുമ്മാ നാച്ചാ, മക്കളൊക്കെ അങ്ങനെ ചിന്തിക്കോ? എല്ലാ മക്കളെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അല്ല അച്ഛൻ, അമ്മ ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട കാരണം എന്താണ്? അതല്ലേ പറഞ്ഞത് ചതിച്ചു കെട്ടിയോണ്ടാണെന്ന്. എടി ചതിച്ച് കെട്ടി, അത് 10-40 വർഷം മുമ്പല്ലേ. പക്ഷെ അമ്മയ്ക്ക് ഇപ്പോഴായിരിക്കും ബോധോദയം ഉണ്ടായത് ചേട്ടാ. ആ അങ്ങനെ ആയിരിക്കും. പക്ഷെ ആ കാലഘട്ടത്തിൽ അമ്മ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളെല്ലാം കൂടെ ഒക്കെ തീരുമാനിച്ചാൽ ഞാൻ ചതിച്ച് കെട്ടിയതാണെന്ന്. നിങ്ങളിങ്ങനെ ആവശ്യമില്ലാത്തവരൊന്ന് പറഞ്ഞുണ്ടാക്കിയാലേ ഞാൻ കയറി തൂങ്ങും, പറഞ്ഞേക്കാം. അല്ല അച്ഛൻ, ഞങ്ങൾ ഓരോ സാധ്യതകൾ ഇങ്ങനെ നോക്കിയായിരുന്നു. എന്തായാലും അച്ഛൻ കയ്യിലുള്ളത് പാതിയാക്കി വച്ചോ. അമ്മ വന്നിട്ട് പിന്നെ പാതിയാക്കി സമയം കളയണ്ടല്ലോ. എടാ ഉത്തമ, സത്യം പറ, എൻ്റെ കയ്യിലുള്ള പൈസ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളൊക്കെ കൂടി കളിക്കുന്ന ഒരു നാടകമല്ലേ ഇത്? അച്ഛൻ എന്താ ഈ പറയണേ? അച്ഛൻ്റെ ജീവിതം വെച്ച് ഞങ്ങൾ പന്താടൂ? അല്ല ആടൂ? അതൊക്കെ പോട്ടെ, കൊറേ പൂഴ്ത്തി വെച്ചിട്ടുണ്ടോ അച്ഛാ? എടി അത്രയ്ക്കൊന്നും ഇല്ല, വളരെ കുറച്ച്. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്ത് കാര്യം? പകുതി അവളം കൊണ്ടുപോകില്ലേ. ശരിയാ. അയ്യോ അമ്മ, അച്ഛൻ വാ, ഓടി വാ. ദാ ചിറ്റപ്പ തൂങ്ങിച്ചാവാൻ പോണേ. ആരെങ്കിലും വേഗം ഓടി വാ. കുഞ്ഞാലേ തൂങ്ങിച്ചാവില്ലടാ, പരിഹാരമില്ലാത്ത പ്രശ്നമാണ്. നിങ്ങൾ ഇറങ്ങണ. അവൻ തൂങ്ങുന്നില്ലടാ. പിന്നെ നീ എന്തിനു കയറിയത്? അതൊന്നുമില്ല. ഒന്നുമില്ലേ, നീ വീഡിയോയിൽ ഒളിപ്പിക്കാൻ കയറി തന്നെ. അളിയിൽ ഇപ്പൊ എന്താ വേണം അളിയാ? ചൂടാവണമെന്ന കാര്യമില്ലടാ ചോദിച്ചത്. എടാ അവൻ അനാഥനാവുന്ന് വിചാരിച്ചിട്ട് ഡിപ്രഷൻ അടിച്ച് നടക്കുക. ദത്തെടുക്കാൻ നല്ല പൈസ ഉള്ള വീട്ടുകാരെ തപ്പിടക്ക. തന്നെയാടേ? ആ നീ അമ്മയുടെ കൂടെ പോകുന്നല്ലേ പറഞ്ഞേ, പിന്നെ എന്താ ദത്തെടുക്കാൻ ആളെ അന്വേഷിക്കുന്നത്? എന്റെ ചേട്ടത്തി ഞാൻ ആലോചിച്ച് നോക്കിയപ്പോഴേ രണ്ടുപേർക്കും എന്നെ വേണ്ടെന്ന് തോന്നി. പിന്നെ എനിക്ക് ആര് ചോറ് തരും? എടാ അനാഥനായാലും നിനക്ക് പഠിക്കുവാ വയ്യടാ. അല്ല അളിയാ, അളിയ ഞാൻ ഇതൊക്കെ ശീലിച്ചു പോയ കാര്യങ്ങളാ. അളിയന്റെ കെയർ ഓഫിലെ നല്ല NRI ടീംസും എല്ലാം ഉണ്ടോ? 3 ഫാമിലി ഉണ്ട്. ആ അങ്ങനെയാണെങ്കിൽ അവര് മറ്റേ രാവിലെ ചിക്കൻ ഫ്രൈ, ഉച്ചക്ക് ബിരിയാണി, അങ്ങനെ ഐറ്റംസ് ഒക്കെ തരുന്നത്. എടാ നീ ദത്തെടുക്കാൻ ആളെ അന്വേഷിച്ച് നടക്കുന്ന സമയം പോരെ അച്ഛനും അമ്മയും എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി ഡിവോഴ്സ് മുടക്കാൻ. അല്ലേ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ പ്രായത്തിൽ അച്ഛനും അമ്മയും ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ എന്തൊരു നാണക്കേടാ. ഈ പിള്ളേർ അപ്പൂപ്പനും അമ്മൂമ്മ ഇല്ലാതെ വളരേണ്ടി വരൂലേ. എന്റെ ചേട്ടത്തിക്ക് അറിയാലോ, ഞാൻ ആരെങ്കിലും എന്തുവാ ആരെങ്കിലും ഒന്നിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് അടി തിരിഞ്ഞ് കുത്തിരിപ്പായിട്ട് തന്നെ മാറും. അതെന്റെ ഒരു ശാപാന്ന് അറിയാലോ ഇവിടെ ഉള്ളവർക്കല്ല. അതുകൊണ്ട് ആ കൊച്ചിനെ വരെ അറിയാം, അതുവരെ പറയുന്നു. ചേച്ചി ഇതിപ്പോ എന്റെ പോലീസ് ബുദ്ധി തന്നെ ഉപയോഗിക്കേണ്ടി വരും. ചേച്ചി എനിക്കൊരു ചായ വരും. അല്ല ഇത് ആലോചിക്കുക എഴുതണ്ടേ അതിന്. എന്തോന്ന് മാമ ഇത്? കൊടലാതാ കടല? അല്ലാത്ത ജാതി അളിയാ. ഇവിടെ ചായ ഇല്ലെന്ന് പറയടാ. ഇവിടെ ചായ ഇല്ലാത്ത ബുദ്ധി കുറച്ച് ശക്തി കുറയും. എങ്കിലും ഞാൻ പറയാം, നമുക്ക് അല്ലെ അത് വേണ്ട, നമുക്കൊരു കാര്യം ചെയ്താലോ? എന്നാ അത് ചെയ്യാം. അത് അല്ല നേരത്തെ പറഞ്ഞ കാര്യം ചെയ്യാന്ന്. ചേട്ടാ ദേവനെ തെറ്റിക്കണേട്ടാ. ആ മിണ്ടായിരിക്കടാ, നീ പറ. കിട്ടി ബുദ്ധി കിട്ടി. ആ പറ. നമുക്കെല്ലാവരും കൂടെ ഇവിടെ നിന്ന് നേരെ പോയി അപ്പച്ചയെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ച് വിളിച്ചോണ്ടെന്നാലോ? പിള്ളേരെ കേറിപ്പോ. ഈ മാമന്റെ ചിറ്റപ്പനെ കാറ്റടിച്ചാലുണ്ടല്ലോ നിങ്ങൾ മണ്ടന്മാരായി പോകും. പിണങ്ങി പറഞ്ഞ് മനസ്സിലാക്കാനല്ലേ പറ്റൂ, അല്ല ഒട്ടിച്ച് വയ്ക്കാൻ പറ്റൂ. അളിയ രണ്ടാലഹം ആയുധത്തിലെ കളി ഇവിടെ ചായ പിടിച്ചോണ്ടിരിക്കുവായിരുന്നു. ഇല്ലടാ ഞാൻ മോര് പിടിച്ചോണ്ടിരിക്കുന്നു. എന്തായാലും കഷ്ടം. നിനക്ക് ആരെങ്കിലും കോനടിക്കാൻ നേരത്ത് കറക്റ്റ് ഹിസ്റ്ററിയൊക്കെ അറിയാമല്ലോ? എനിക്കറിയാം. എന്തോന്നു? എനിക്കറിയാം, കോനടിക്കാനും എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. വന്നു വൻ ദുരന്തം കേട്ടോ അളി. തമാശ പറഞ്ഞല്ലേ. അപ്പൊ NRI ഫാമിലി വേണ്ട? NRI ഫാമിലി വേണം. പിന്നെ വാ. അമ്മേ, അച്ഛനും അമ്മയും ഡിവോഴ്സ് ആവാൻ പോവാണോ? അയ്യോ ഇല്ലല്ലോ. അതിനങ്ങനെ ചോദിച്ചേ? അതല്ല, നിങ്ങൾ രണ്ടുപേരും എപ്പോഴും വഴക്കല്ലേ കൊണ്ട് ചോദിച്ചതാ. അതെന്താണെന്നറിയോ, അച്ഛനും അമ്മ ഇങ്ങനെ വെറുതെ ഇരുന്ന് ബോറടിക്കുമ്പോഴേ സമയം കളയാൻ വേണ്ടിയിട്ട് ചുമ്മാ വഴക്കുണ്ടാക്കുന്ന. എന്നാ ഈ സമയം കളയാൻ വേണ്ടി നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ചിരുന്ന് TV-യിൽ സിനിമ ഉണ്ടാ പോരെ? എടാ സിനിമ കാണണമെന്ന് ആഗ്രഹം ഇല്ലാണ്ടല്ല, സിനിമ കാണണമെന്ന് വിചാരിക്കുമ്പോൾ ഏത് സിനിമ കാണണമെന്ന് പറഞ്ഞ് അടിയാവും. എന്നിട്ട് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് ബസ്സിൽ പോകണോ കാറിൽ പോകണോ എന്ന് പറഞ്ഞ് അടിയാവും. പിന്നെ നിന്റെ അച്ഛൻ പറയുന്നത് കറക്റ്റാ, നമ്മൾ 3 മണിക്ക് വഴക്കുണ്ടായി കഴിഞ്ഞാൽ 3:45 ആകുമ്പോൾ കൂട്ടാവും. അതുകൊണ്ട് ഡിവോഴ്സ് ആവില്ല. അപ്പൊ അപ്പൂപ്പനും അമ്മൂമ്മയും അടികൂടി തീർക്കാതെ മനസ്സിലിട്ടോണ്ട് നടന്നുകൊണ്ടാണ് അവർ ഡിവോഴ്സായേ? പിന്നല്ലേ. അത് ശരി. എന്ന് വെച്ചിട്ട് നാളെ ഇപ്പോൾ വലുതായി നിങ്ങളൊക്കെ കല്യാണം കഴിച്ച് കഴിയുമ്പം അമ്മ പറഞ്ഞ് ഡെയിലി അടി കൂടാൻ നിൽക്കണ്ട കേട്ടോ. തീർച്ചയായിട്ടും ഇല്ല. ആ പിള്ളേരിപ്പോൾ ചോദിച്ചേ ഉള്ളൂ നമ്മൾ ഡിവോഴ്സ് ആവാൻ വല്ല സാധ്യത ഉണ്ടോന്ന്. നമ്മളാ അങ്ങനെ ചോദിച്ചാ? ഒരു കാരണവശാലും മക്കൾ പേടിക്കണ്ട. അച്ഛൻ്റെ കയ്യിൽ ഒരുപാട് കാശില്ലാത്തതുകൊണ്ട് അതിന് ഒരു സാധ്യതയില്ല. എങ്ങനെ? കുറച്ചുകൂടെ കാശ് കിട്ടാനുള്ള വകുപ്പുണ്ടെങ്കിലേ പെണ്ണുങ്ങൾ ഡിവോഴ്സിന് വേണ്ടി ശ്രമിക്കുള്ളൂ. ഓ എന്നാര് പറഞ്ഞു? ചില പെണ്ണുങ്ങളുടെ സ്ഥിരം പരിപാടിയാണ് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കാശുണ്ടാക്കിയ ഒരു തന്നെ കണ്ണും കലാശവും കാണിച്ച് വളച്ചെടുത്ത് കല്യാണം കഴിച്ചിട്ട് ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്ക് അയാൾ എന്നെ കൊഞ്ഞനം കൂട്ടി,
അയാൾ എന്നെ ഉടുപ്പിൽ ചെളിയെറിപ്പിച്ച് എന്നൊക്കെ പറഞ്ഞ് ഡിവോഴ്സ് വാങ്ങിച്ചിട്ട് പാവപ്പെട്ടവന്റെ കയ്യിരിക്കണ പൈസ അടിച്ചോണ്ട് അങ്ങ് പോകും. ഓ അപ്പൊ നിങ്ങളുടെ അമ്മയും ഇതുപോലെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പൈസ അടിച്ചോണ്ട് പോകാൻ വേണ്ടിയിട്ടാണോ ഡിവോഴ്സ് ചോദിച്ചേ? അങ്ങനെ ഞാൻ പറഞ്ഞ എൻ്റെ കയ്യിൽ ഒരുപാട് കാശില്ലാത്തതുകൊണ്ട് അതിനൊരു സാധ്യത ഇല്ല എന്ന് പറഞ്ഞ് പിള്ളേരെ പറഞ്ഞ് സമാധാനിപ്പിച്ചല്ലേ. മക്കൾക്ക് സമാധാനമല്ലോ മക്കളെ, സമാധാനമല്ലോ മക്കളെ. അയ്യേ നിങ്ങൾ അങ്ങനെയൊന്നല്ല പറഞ്ഞത്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിന്റെ പകുതി കിട്ടാൻ വേണ്ടിട്ട് നിങ്ങൾ ഡിവോഴ്സ് ചെയ്യുമായിരുന്നോ? അങ്ങനെ അല്ല പറഞ്ഞെന്ന്. അങ്ങനെ തന്നെയാ പറഞ്ഞത്. ചുമ്മാ ഇരി. അല്ല ഞാനിപ്പോ ഈ പകുതി പൈസ മേടിച്ചാൽ തന്നെ അതിനകത്ത് ഇപ്പൊ എന്റെ ഒരു തെറ്റുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ഈ പുറത്ത് പണിക്ക് പോകുമ്പോഴേ ഞാൻ ഇവിടുന്ന് ഈ പിള്ളേരെ വളർത്തി നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി ഇവിടുത്തെ തുണി നനച്ച് ഒക്കെ ചെയ്യുന്നോണ്ടല്ലേ നിങ്ങൾക്ക് പുറത്ത് പോയി പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പൊ പകുതി പൈസക്ക് എനിക്ക് അവകാശമില്ലേ? അല്ലേ തന്നെ ഡിവോഴ്സ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും? ഞാൻ അങ്ങനെ അല്ല പറഞ്ഞതെന്ന് പറഞ്ഞില്ലേ. എൻ്റെ കയ്യിൽ കാശുമില്ല, നമ്മൾ ഡിവോഴ്സിന് വേണ്ടി ശ്രമിക്കുന്നുമില്ല. പോരെ? ദേ അമ്മ ദേ